കുട്ടികളിലെ സ്ക്രീൻ ടൈം നിയന്ത്രണങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നതിലേക്കുള്ള ഒരു ധൃത നോട്ടമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. കുട്ടികളുടെ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നമ്മളിൽ പലരും പ്രയോഗിക്കുന്ന കർശന വിലക്കുകളും ആപ്പുകളും ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നതെന്നും അതിനു പകരം എന്താണ് യഥാർത്ഥ പരിഹാരമെന്നും പുതിയ ഗവേഷണങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു. ഒന്നാമതായി, കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോൺ നിർബന്ധിച്ച് പിടിച്ചു വാങ്ങുന്നതും പാരന്റൽ കൺട്രോൾ ആപ്പുകൾ ഉപയോഗിക്കുന്നതും അവരിൽ ദേഷ്യം മാത്രമേ ഉണ്ടാക്കൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് ശരിക്കും വിശന്നിരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിന്ന് ഭക്ഷണം തട്ടിയെടുക്കും പോലെയാണല്ലേ? അവർക്ക് ദേഷ്യം വരും എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് നിരന്തരമായ വഴക്കുകളിലേക്ക് അത് നയിക്കും. രണ്ടാമതായി, ഇത്തരം നിയന്ത്രണങ്ങൾക്ക് പകരം വയ്ക്കാവുന്ന ഏറ്റവും മികച്ച മാർഗമാണ് കൊളാബറേറ്റീവ് സ്ക്രീൻ ടൈം. അതായത്, വാഷിംഗ്ടൺ സർവകലാശാലയുടെ പഠനങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. സ്ക്രീനിനെ ഒരു ശത്രുവായി കാണാതെ കുട്ടികൾക്കൊപ്പം ഇരുന്ന് ഗെയിം കളിക്കുകയോ വീഡിയോ കാണുകയോ ചെയ്യുന്നത് വീടുകളിലെ ഇത്തരം വഴക്കുകൾ ഏതാണ്ട് 70% കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്. അവസാനമായി, ഈ ഫോണിനെയും ടിവിയെയുമൊക്കെ ഒരു തടസ്സമായി കാണുന്നതിന് പകരം കുടുംബാംഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി നമ്മൾ മാറ്റണം. സ്ക്രീൻ സമയം എല്ലാവർക്കും പരസ്പരം ഒത്തുചേരാനുള്ള ഒരു രസകരമായ സമയമാക്കി മാറ്റുമ്പോൾ കുട്ടികൾ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ചുരുക്കത്തിൽ, സ്ക്രീനുകൾ പൂർണ്ണമായും നിരോധിക്കുന്നതിലൂടെയല്ല, മറിച്ച് അവയെ കുടുംബാംഗങ്ങൾക്കൊപ്പം ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ശീലിപ്പിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ മാറ്റം സാധ്യമാകുന്നത്.